ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് കയ്യെത്തും ദൂരത്താണ്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കും. ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച ഇന്ത്യ ഫൈനലിലെത്തിയപ്പോൾ രണ്ടാം സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാണ് ന്യൂസിലാൻഡ് ഫൈനലിലെത്തിയത്. ഇന്ത്യ ന്യൂസിലാൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. തുടർച്ചയായ 3 ICC ഫൈനലുകളാണ് ഇന്ത്യ കളിക്കുന്നത്. ഏകദിന വേൾഡ് കപ്പ് ഫൈനലിലും T20 വേൾഡ് കപ്പ് ഫൈനലിലും ഇത് ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലും. T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫിയും സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡിനെ 44 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഗ്രൂപ്പ് ജേതാക്കളായി മാറിയത്. ഇന്ത്യക്കെതിരെ എല്ലായ്പ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന ന്യൂസിലാൻഡ് ഇന്ത്യൻ സ്പിന്നർമാരുടെ മുന്നിൽ നിലംപരിശാകുകയായിരുന്നു. ഈ മത്സരത്തിൽ 9 വിക്കറ്റും സ്പിന്നർമാരാണ് നേടിയത്. വരുൺ ചക്രവർത്തിക്ക് 5 വിക്കറ്റ് ലഭിച്ചിരുന്നു. ഫൈനലിലും ന്യൂസിലാൻഡിനെതിരെ വരുൺ ചക്രവർത്തി എന്ന വജ്രായുധമായിരിക്കും ഇന്ത്യ പ്രയോഗിക്കുക. ഫൈനലിൽ കുൽദീപ് യാദവിനെ പുറത്തിരുത്താൻ സാധ്യതയുണ്ട്. പകരം ഹർഷിത് റാണ തിരിച്ചെത്തിയേക്കും. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യ 3 സ്പിന്നർമാരെ ആയിരിക്കും കളിപ്പിക്കാൻ സാധ്യത. കൂടാതെ 2 പേസർമാരെയും കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് ഷമി, ഹാർദിക് പാണ്ഡ്യ എന്നിവർക്കൊപ്പം ഹർഷിത് റാണ ചേരാൻ സാധ്യതയുണ്ട്. വരുൺ ചക്രവർത്തിയുമായി അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ എന്നിവരായിരിക്കും സ്പിൻ ബോളിംഗിൽ കൈകാര്യം ചെയ്യുക. ഇന്ത്യയുടെ വിന്നിംഗ് ലെവലിൽ വലിയ മാറ്റം വരുത്താൻ സാധ്യത വളരെ കുറവാണ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.